ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിന്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. ഭാരതീയൻ എന്ന നിലയിൽ ഈ പ്രവാസി ലോകത്താണെങ്കിലും നമ്മൾ ഒത്തിരി അഭിമാനം കൊള്ളുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിയൻ ആദർശങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നമ്മുടെ ദേശീയ പതാക ഉയർത്തുകയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ഇത്ര സുന്ദരമായിട്ട് ആഘോഷിക്കുകയും ചെയ്തത്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ 80 വർഷം പിന്നിടുമ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിൻ്റെ 80 വർഷങ്ങൾ പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളുമൊക്കെ സ്വതന്ത്രരാണോ എന്നുള്ളതാണ്. അത് ചോദിക്കുമ്പോഴേക്കും നമുക്ക് പറയാം, ഞാൻ സ്വതന്ത്രനാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പശ്ചാത്തലമാണ്. പക്ഷെ അതിനേക്കാളും അപ്പുറം നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. 1947 അർദ്ധരാത്രി ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് ആ പുലരിയിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും അത്രയും നാള് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വേണ്ടി പ്രയത്നിച്ചവരും അതിനുശേഷം നമ്മളോടൊപ്പമായിരുന്ന എല്ലാ ഭാരതീയൻ്റെയും ഉള്ളിൽ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് പൂർണ്ണമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ 80-ാം വാർഷികം ആഘോഷിക്കുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചോദ്യം. CFD എന്ന സംഘടന കോൺഗ്രസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഡെമോക്രസി, കോൺഗ്രസോ ദി ഫേദോ ദെല്ല ഡെമോക്രസിയ എന്നാണ് ഇറ്റാലിയൻ പേര്. ഇതൊരു ഗാന്ധിയൻ സംഘടനയാണ്. ഗാന്ധിജിയുടെ പേരിൽ യൂറോപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2ാമത്തെ സംഘടനയാണ് CFD. എനിക്ക് തോന്നുന്നു ഇറ്റലിയിൽ രജിസ്റ്റർ ചെയ്ത 1-2 സംഘടനകൾ മാത്രമേ ഉള്ളൂ ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു സംഘടനയാണ് ഇത്. ഒരു എന്താ പറയുക, നാട്ടിലെ കോൺഗ്രസ് എന്നുള്ള അർത്ഥമല്ല, ഇതൊരു യൂണിയൻ, ആളുകളുടെ കൂട്ടായ്മ. അത് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ഒരു പേരാണ്. ഗാന്ധിജിയെ ലോകമെങ്ങും സ്നേഹിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭാരതീയര്, നമ്മുടെ കേരളീയര്, മലയാളികൾ ഗാന്ധിജിയെ നാം ചെന്നെത്തിയ നാട്ടിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഘടന നമ്മൾ രജിസ്റ്റർ ചെയ്തത്. ഇത് 17 വർഷം മുമ്പ് വില്ല ഫ്ലോറ എന്ന നമ്മുടെ ഒരു ഗാർഡനിൽ ഏകദേശം 15ഓളം പേര് ഒത്തുചേർന്ന് ഒരു സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ നടത്തിയായിരുന്നു. ആ പരിപാടി നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഘടന നമുക്ക് ഒരു ഗാന്ധിജിയുടെ പേരിൽ രൂപീകരിക്കണമെന്ന് അന്ന് ആ കൂടിയ ആളുകളെ നിന്നും ഉരുത്തിരിഞ്ഞ ഒരാശയമാണ്. അങ്ങനെ അധികം വൈകാതെ തന്നെ തൊട്ട് വരുന്ന നവംബർ 25-ാം തീയതി നമ്മൾ മലയാളത്തിൽ ഇതിൻ്റെ ഒരു ബൈലോ എഴുതി ഉണ്ടാക്കുകയും അത് ഇവിടുത്തെ ഒരു മലയാളി സഹോദരി തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. സബിയൻസ യൂണിവേഴ്സിറ്റിയിലെ 2 പ്രൊഫസർമാരാണ് നമുക്ക് അത് ഇറ്റാലിയനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് രജിസ്ട്രേഷൻ്റെ ആ പരുവത്തിലേക്ക് ആക്കി തന്നത്. അതിനുശേഷം നമ്മൾ ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്തു. 15 മെമ്പേഴ്സാണ് തുടക്കത്തിലുണ്ടായത്. നമ്മൾ വിപുലമായ ഒരുപാട് പരിപാടികൾ നടത്തി. 70 വർഷം മുമ്പ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയപ്പോൾ നമുക്ക് ഇന്ന് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യം സ്വതന്ത്രമായോ അതോ ജനാധിപത്യം കൂടി നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമായിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്നത് കൊണ്ടോ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുന്നത് കൊണ്ടോ ഈ സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഭരണഘടനയെയും പൗരാവകാശങ്ങളെയും സാമൂഹ്യ നീതിയെയും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം പയ്യെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്, ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആരുടേതാണ്? ആ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിൽ ഇന്നും മനുഷ്യൻ്റെ മുന്നിൽ ജാതി മത ചിന്തകൾ ഇന്നും വിട്ടുമാറാതെ നിലകൊള്ളുകയാണ്. അവസരങ്ങൾക്ക്
ഒരു തുല്യ അവസരങ്ങൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ പൗരന്മാർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ ശബ്ദം കേൾക്കുവാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും ഈ വോട്ട് ചെയ്തുകൊണ്ട് അവന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് കൂടി നമ്മൾ ഈ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും നമ്മൾ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 2010 നവംബർ 25-ന് CFD സംഘടന ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 17 വർഷങ്ങളായി പ്രവാസികളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തി 80 വർഷക്കാലം നമ്മുടെ സാമ്പത്തിക അടിത്തറയിൽ ഒരു 16-17% ആളുകളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് കോടിക്കണക്കിനായ ഭാരതീയരെ അടിച്ചമർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, വീടുകളില്ലാതെ, ഭക്ഷണമില്ലാതെ, വസ്ത്രങ്ങളില്ലാതെ ഒക്കെയും കടന്നു പോകുമ്പോഴും വൻ മതിലുകൾ കെട്ടിയും വിദേശ ആധിപത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ നേതാക്കൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസമാണ്, സന്തോഷത്തിൻ്റെ ദിവസമാണ്, എല്ലാവരും ഒത്തുചേരലിൻ്റെ ദിവസമാണ്. നമുക്കൊക്കെ അഭിമാനവും സ്നേഹവും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഓർമ്മകളുടെ തുടിപ്പുകൾ ഉണർന്ന ദിവസമാണ്. ധീര രക്തസാക്ഷികളെക്കുറിച്ച് നമ്മൾ ഓർക്കാതെ ഈ പതാക ഉയർത്തുന്നതിൻ്റെ സമയങ്ങളിൽ അവരുടെ ത്യാഗം, അവരുടെ നൊമ്പരങ്ങൾ, അവരുടെ കണ്ണീരുകൾ നമ്മൾ ഓർക്കേണ്ടതാണ്. കോടിക്കണക്കിന് രക്തസാക്ഷികളുടെ രക്തം വീണ് കുതിർന്ന ഒരു ത്യാഗത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇന്നെല്ലാവരും അനുഭവിക്കുന്നത്.